നമസ്കാരം. സമയമായാൽ വിവാഹം കഴിക്കണം, സമയത്ത് കുട്ടികൾ ഉണ്ടാകണം, മിനിമം 3 കുട്ടികളെങ്കിലും വേണം. ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ കൊടുക്കാനൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകളുണ്ട്. ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നമ്മൾ അത്തരത്തിലുള്ള ചില ഉപദേശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ കാണാറുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, പറയുന്ന കാര്യം മോശമാണെന്ന് പറയുന്നതുമല്ല. ക്രൈസ്തവ മതവിഭാഗവുമായി ബന്ധപ്പെട്ട് അതിന്റെ മതമേലധ്യക്ഷന്മാർ അവരുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം, മിനിമം 3 കുട്ടികൾ ഉണ്ടാകണം, 3 കുട്ടികളെ പ്രസവിക്കുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കണം, സമയമായാൽ വിവാഹം കഴിക്കണം. പല ആളുകളും ഇപ്പോൾ വിവാഹം കഴിക്കാൻ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിട്ടും വിവാഹം കഴിക്കാൻ തയ്യാറല്ല. എല്ലാ മതവിഭാഗത്തിലും അത്തരത്തിലുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ ചില സാമുദായിക സംഘടനകളുമായി ബന്ധപ്പെട്ട് അതിന്റെ നേതാക്കന്മാരും അത്തരത്തിലുള്ള ഉപദേശങ്ങൾ അവരുടെ അനുയായികൾക്ക് കൊടുക്കാറുണ്ട്. RSSന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ മോഹൻ ഭഗവത് അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിന്റെ അനുയായികളോട് പറയാറുണ്ട്, സമയത്ത് വിവാഹം കഴിക്കണം, 3 കുട്ടികളെങ്കിലും ചുരുങ്ങിയത് വേണം, അതിനാവശ്യമായിട്ടുള്ള പ്രോത്സാഹനം കൊടുക്കണം, അങ്ങനെ 3 കുട്ടികളെ പ്രസവിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കണം. ഇത്തരത്തിൽ അഭിപ്രായം പറയാനും ഉപദേശം കൊടുക്കാനും ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ ഇവിടെ സമയമായിട്ടും വിവാഹം കഴിക്കാൻ മാർഗമില്ലാതെ വിവാഹം കഴിച്ചയക്കാൻ കഴിയാത്ത കുടുംബങ്ങൾ ഒരുപാടുണ്ട്. അത്തരത്തിലുള്ള കുടുംബങ്ങളെ കാണാനോ അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കാനോ അവരെ സഹായിക്കാനോ അങ്ങനെ ആളുകളെ കാണാറില്ല. ആർക്കും ഇവിടെ സമയത്തിന് വിവാഹം കഴിക്കണ്ട എന്നുള്ള അഭിപ്രായമൊന്നുമില്ല, ഒരു മതവിഭാഗത്തിനുമില്ല. സമയത്ത് പ്രസവിക്കണം എന്ന കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമില്ല. കുട്ടികൾ എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ എന്നാണ് ഇവിടെ ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ പറയുന്നത്. എന്നാലും ഞാനിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് പാഠന്തര മർക്കസുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണ്. ഏതാനും വർഷങ്ങളായി ഇത്തരത്തിലുള്ള ഉപദേശങ്ങളൊന്നും അവരങ്ങനെ പരസ്യമായി കൊടുക്കാറില്ല. അതേസമയം കൃത്യമായി അത് പറയേണ്ട സ്ഥലങ്ങളിൽ പറയേണ്ട സമയത്ത് പഠിപ്പിക്കേണ്ട സമയത്ത് കുടുംബ ബന്ധത്തെക്കുറിച്ചും വിവാഹ ബന്ധത്തെക്കുറിച്ചും കുട്ടികൾ ഉണ്ടാകേണ്ടതിനെ കുറിച്ചും അവരെ എങ്ങനെ സംരക്ഷിക്കണമെന്നതിനെ കുറിച്ചും അവരെ പഠിപ്പിക്കേണ്ട മര്യാദകളെ കുറിച്ചുമൊക്കെ പറയുന്ന ആളുകൾ തന്നെയാണ്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ മറ്റു ചില വശങ്ങൾ കൂടെ പരിശോധിച്ച് അതിനാവശ്യമായിട്ടുള്ള സഹായങ്ങളും പിന്തുണയും കൊടുക്കുന്ന കാര്യത്തിലും ഇവിടെ ചില ആളുകൾ ഒരുപാട് മുന്നിലാണ്. പാഠന്തര മർക്കസുമായി ബന്ധപ്പെട്ട് ദേവർഷോല അബ്ദുൽ സലാം ഉസ്താദുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പുറത്തു വരുന്ന ചില വിവരങ്ങളുണ്ട്, ചില വാർത്തകളുണ്ട്. ഇപ്പോഴും അത്തരത്തിലൊരു നീക്കം അദ്ദേഹം നടത്തിയിരിക്കുന്നു. ആ നീക്കവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ വൈറലായി തന്നെ അത് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. 850 ആളുകൾ, ജാതി മത ഭേദമന്യേ 850 ആളുകൾ അവർ വിവാഹിതരാവാൻ പോവുകയാണ്. സമൂഹ വിവാഹം. 850 ആളുകൾ പരസ്പരം വിവാഹം കഴിച്ചു. അവരുടെ ബന്ധുക്കൾ പങ്കെടുക്കുന്നു. ജാതിയോ മതമോ മറ്റ് യാതൊരുവിധ വേർതിരിവും അവിടെയില്ല. ജാതിയുടെ പേരിലുള്ള വേർതിരിവൊന്നുമില്ല. ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് താലി കെട്ട് അവരുടേതായ വിശ്വാസപ്രകാരം തന്നെ നടത്താം. മുസ്ലിം മത വിഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് അവരുടെ വിവാഹം നിക്കാഹാണ്. ആ കർമ്മം അത് അതിന്റെ മതപരമായിട്ടുള്ള ആ ഒരു ചിട്ടയോടുകൂടി തന്നെ നടക്കും. മറ്റ് മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് അവരുടേതായിട്ടുള്ള വിശ്വാസം അനുസരിച്ച് അവരുടെ വിവാഹം നടക്കും. 850 ആളുകൾ ഈ വരുന്ന ഏപ്രിൽ 5-ന് അവരൊന്നാകാൻ പോകുന്നു. 1,00,000 ആളുകൾക്കുള്ള സദ്യയും ഒരുക്കിയിട്ടുണ്ട്. എന്തെങ്കിലും നീക്കിയിരിപ്പ് ഇത്തരത്തിലൊരു നീക്കവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പക്കൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി ആളുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തിയിട്ടുണ്ട്. ഉസ്താദിനെ സഹായിക്കണം, ഉസ്താദ് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും നീക്കിയിരിപ്പുണ്ടായിട്ടല്ല ഇത്തരത്തിലൊരു പരിപാടിയുമായി ഇറങ്ങി പുറപ്പെട്ടത്. അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിന്റെ കടമ, വിവാഹപ്രായമായിട്ടും വിവാഹം ചെയ്തയക്കാൻ കഴിയാത്ത കുടുംബങ്ങളുണ്ട്, ഒന്ന് തലചായ്ക്കാൻ ഒരു കൂര പോലും ഇല്ലാത്ത ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഈ പാഠന്തര മർക്കസ് എന്ന് പറയുന്നത് ഗൂഡല്ലൂരാണ്, നീലഗിരി എന്ന് പറയുന്ന ജില്ലയിലാണ് ഈ പാഠന്തര മർക്കസ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ തൊഴിലാളികൾ ഈ തേയില നുള്ളാനൊക്കെ പോകുന്ന തൊഴിലാളികളാണ്, അതുപോലെ തോട്ടം മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളാണ്. അവർ കിടന്നുറങ്ങുന്നത് ചെറിയ പാടികളിലാണ്, ചെറിയ കൂരകളിലാണ്, അടച്ചുറപ്പുള്ള വീടില്ല. അത്തരത്തിലൊരു വീടോ സംവിധാനങ്ങളോ ഉണ്ടെങ്കിലല്ലേ വിവാഹത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയൂ. ഒരു 5 സെന്റ് സ്ഥലമെങ്കിലും വേണ്ടേ? കുന്നിന്റെ മുകളിൽ ചെറിയ പാടികളിൽ താമസിക്കുന്ന പാവപ്പെട്ട ആളുകൾ, അവിടെ വിവാഹപ്രായമായിട്ടുള്ള മക്കളുണ്ട്, പെൺമക്കളുണ്ട്, ആൺമക്കളുണ്ട്, ജാതി മത ഭേദമന്യേ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമുണ്ട്. പക്ഷെ അവർക്ക് വിവാഹം കഴിക്കാൻ ഒരു അവസരമില്ല. അത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സംവിധാനം അത് വരുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യാൻ കഴിയും?
ആ വിവാഹം എന്ന സ്വപ്നമൊക്കെ അതൊക്കെ മാറ്റിവെച്ച് കുന്നിൻ മുകളിലും തോട്ടം മേഖലയിലും ഒക്കെ തൊഴിലെടുത്ത് കൗമാരവും യൗവനവും ഒക്കെ കഴിഞ്ഞ് അവസാനം വാർദ്ധക്യത്തിലെത്തി ആരോരുമില്ലാതെ അവരെ സംരക്ഷിക്കാനോ അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കാനോ ആരുമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ അവരുടെ ജീവിതം അങ്ങനെ അങ്ങ് അവസാനിക്കും. ഒരുപാട് ജീവിതങ്ങൾ അങ്ങനെ അവസാനിച്ചു പോയിട്ടുണ്ട്. അത് മനസ്സിലാക്കിയ ദേവർഷോല അബ്ദുൽ സലാം ഉസ്താദ് അദ്ദേഹം അത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ ചേർത്ത് നിർത്താൻ വേണ്ടി തീരുമാനിച്ചു. 850 ആളുകൾ ഒന്നാകാൻ പോകുന്നു, ഒരു കുടുംബമാകാൻ പോകുന്നു, ഭാര്യയും ഭർത്താവും ഒക്കെ ആകാൻ പോകുന്നു. അത്തരത്തിലൊരു വാർത്ത വരുന്നു. ഈ ഏപ്രിൽ 5-നാണ് അത് നടക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള പിന്തുണ, സഹായം, സഹകരണം, മാനസികമായി മനസ്സുകൊണ്ടെങ്കിലും നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. അതിലപ്പുറം നിങ്ങൾക്ക് കഴിയുന്ന സഹായങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുക. കാരണം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഒന്നാകണം, ഒരുമിച്ച് നിൽക്കണം, കുട്ടികൾ ഉണ്ടാകണം എന്ന കാര്യത്തിൽ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. എന്തായാലും അത്തരത്തിൽ ആ അഭിപ്രായം പങ്കുവെച്ച മുഴുവൻ ആളുകളും അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. കാരണം ഇവിടെ അദ്ദേഹം ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടല്ല അങ്ങനെ വിവാഹം സംഘടിപ്പിക്കുന്നത്. 850 വിവാഹമാണ് നടക്കാൻ പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ളത്, ഞാൻ പറഞ്ഞല്ലോ, ഇത് 2014 തുടങ്ങിയ പരിപാടിയാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഒരു പേരിന് വേണ്ടി ചെയ്യുന്നതല്ല. 2014 114 വിവാഹങ്ങളാണ് നടന്നത്. 114 ആളുകളാണ് ഒന്നായത്. അതുപോലെ തന്നെ 2015 കടക്കുമ്പോൾ 260 വിവാഹങ്ങളാണ് 2015 ഉണ്ടായത്. 2017 346 വിവാഹങ്ങൾ, 346 ആളുകളുടെ വിവാഹം നടന്നു. അതുപോലെ തന്നെ 2019 എത്തുമ്പോൾ അത് 400ആയി, 2023 എത്തുമ്പോൾ അത് 800ആയി. ഇപ്പോൾ 2026 850 ആളുകൾ, കൂടുതൽ ആളുകൾ ഉസ്താദിനെ സമീപിക്കുകയാണ്. ഞങ്ങളുടെ മക്കളുടെ വിവാഹം നടത്തിത്തരണം, മറ്റു വഴികളില്ല എന്ന് പറഞ്ഞ് കൂടുതൽ ആളുകൾ ഉസ്താദിനെ സമീപിക്കുന്നു. നേരത്തെയൊക്കെ വിവാഹവുമായി ബന്ധപ്പെട്ട് കുറച്ചാണെങ്കിലും ചെറിയ രീതിയിലാണെങ്കിലും സ്വർണവും മറ്റാഭരണങ്ങളും ഒക്കെ ഇവിടെ വിവാഹം കഴിച്ചയക്കുന്ന പെൺകുട്ടികൾക്ക് കൊടുത്തിരുന്നു. ഇപ്പോൾ അതെങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? സ്വർണത്തിനൊക്കെ ഒരുപാട് വില കൂടുതലാണ്. ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ്, എങ്ങനെയാണ് ഇവിടെ വിവാഹം കഴിച്ചയക്കുന്നത് അതിനെ കുറിച്ച് എനിക്കറിയില്ല. എന്തായാലും വലിയ ചിലവ് വരുന്ന പരിപാടിയാണ്. 100,000 ആളുകൾക്ക് ആവശ്യമായ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. എന്തായാലും ഉസ്താദിന് കഴിയുന്ന സഹായങ്ങൾ, ഈ പടന്തറ മർക്കസുമായി ബന്ധപ്പെട്ട് കഴിയുന്ന സഹായങ്ങൾ നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു QR കോഡ് ഉണ്ട്. അതുപോലെ തന്നെ GPay നമ്പർ ഉൾപ്പെടെയുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കഴിവിന്റെ പരമാവധി കഴിയുന്ന സഹായങ്ങൾ ഈ ഒരു സംരംഭത്തിന് നിങ്ങൾ ചെയ്തു കൊടുക്കണം. അത്ര വലിയ ഒരു കാര്യം തന്നെയാണ് ഉസ്താദ് ഏറ്റെടുത്ത് നടത്താൻ പോകുന്നത്. നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണം, പ്രാർത്ഥന ഉണ്ടാകണം, സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്.